മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ ഭാഷ രാഷ്ട്രീയത്തിന്റെ തൂക്കക്കോലിൽ അളക്കാനാവാത്ത ഒരു സാംസ്കാരിക ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു കൊങ്ങിപുരം സുധീരൻ, ആനന്ദൻ ചെമ്പട ആൻഡ് തൃക്കണ്ടിയൂർ ശിവൻ. മിസ്റ്റർ കൊങ്ങിപുരം, താങ്കൾ മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസ്താവനയെ എങ്ങനെ നോക്കിക്കാണും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡാഷ് എന്ന പദം ഉപയോഗിച്ചത് സാംസ്കാരിക കേരളത്തിന് തന്നെ വളരെ അപമാനകരമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുറച്ചും കൂടെ മാന്യമായിട്ട് പെരുമാറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ അമ്മാരിയുള്ള വർത്താനം ഇവിടെ വേണ്ട, അതൊക്കെ എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. പ്ലീസ് മാന്യത പാലിക്കണം. മിസ്റ്റർ ചെമ്പട, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി ഓൾറെഡി അതിന് വിശദീകരണം തന്നിട്ടുള്ളതാണല്ലോ. ഇനി ഡാഷ് എന്ന് പറയുന്ന പദം അത്ര അൺപാർലമെന്ററി ഒന്നും അല്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പദത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥം എടുക്കാന്ന്. അതുപോലെ ഓക്കെ. ശ്രീകണ്ഠൻ എന്തോ പറയാനുണ്ട്. ശ്രീകണ്ഠൻ, താങ്കൾ പറയൂ. മിത്രമേ, അങ്ങനെയാണ് എനിക്കൊരു സംശയമുണ്ട്. മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് പോടാൻ എന്നാണെങ്കിലും വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നീ ഞാൻ തിരിച്ചു തന്ത എന്താ വേണം നിനക്ക്? എന്നെ തന്നെയാണോ? നീ ധൈര്യം ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടാ എന്താ വേണം? എടുത്ത് തന്നെ കീറ്റി ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. നീ എന്ത് പറയാൻ വേണ്ടിട്ട് ചട്ടിയിട്ടില്ല, അല്ലെ നിന്നെ കാണിച്ചു തരാൻ നിന്നെ ഞാൻ. സംസ്കാരശൂന്യമായ വാക്കുകൾ പറയാതിരിക്കില്ല. പറ്റൂ. മിസ്റ്റർ കൊങ്ങിപുരം, മിസ്റ്റർ കൊങ്ങിപുരം, താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ. ഇവർക്ക് ഇതിന് മുമ്പേ ഡീലുള്ളതാണ്. ഇവരെല്ലാം ഒത്തുകൂടി ഡീലായിട്ടാണ് മുമ്പോട്ട് എന്ത് ഡീല്? കൊങ്ങിപുരം പറഞ്ഞത് എന്താണ്? എന്ത് ഡീലുണ്ടോന്നാ പറയുന്നത്? ഡീല് വലിയ ഇല്ല. ആഹാ, അങ്ങനെ പറയുവാണെങ്കിൽ ഈ തൃക്കണ്ടിയൂര് അവരുടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു വീഡിയോ മിസ്റ്റർ തൃക്കണ്ടി AI ഈ വീഡിയോ നിങ്ങൾ ഫാൻസ് ഉള്ളിലാണോ കൊണ്ട് ചെലുത്തുന്നത്? നമ്മുടെ സൈബർ പോരാളിയായിട്ടുള്ള രാഹുൽ തേങ്കൂട്ടത്തിൽ ആണ് നമുക്കിത് വിവരം തന്നത്. ശരി. അദ്ദേഹം അത് ഓൺലി ഫാൻസിലാണ് പോസ്റ്റ് ചെയ്തത്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് NBയുടെ ചിഹ്നയുടെ പുസ്തകമൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്, ചെമ്പടയ്ക്ക് അറിയുള്ളതാണല്ലോ. പിന്നെ ലൈനിൽ ലാലേട്ട ചേരുന്നുണ്ട്. ലാലേട്ട, ഭാവി കേരളത്തെ പറ്റി താങ്കൾക്ക് പങ്കുവെക്കാനുള്ള പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് ബൈ.